നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞു. അടുത്ത പെർഫോമൻസിന് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പ്ലീസ് വെൽക്കം ദിവ്യ പ്രഭ. അപ്പം എൻ്റെ നെക്സ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് പെർഫോമൻസ് വിത്ത് കിഡാണ്. കിഡ് എൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം മഴയത്ത് കളിക്കാൻ ഇഷ്ടമുള്ള 2 വികൃതി കുട്ടികളായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണണം. എന്താ പേര്? ആദർശ്. ഈ കുട ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എല്ലാവർക്കും കാണണ്ട ആദർശന്. ഇത് എവിടെ നിന്നാണ്? മഴയത്തെന്നാണ് ഇപ്പോൾ ഇറങ്ങി തന്നെ? അല്ല ഇല്ല, കുഴപ്പമില്ല, എനിക്കും പിടിക്കാമല്ലോ കുറച്ച് നേരം. ഏത് ക്ലാസ്സിലാണ്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ദിവ്യ പ്രഭ നന്നായിട്ട് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. ഏതായാലും ഒരു വെരി ആക്റ്റീവ് സൺ. ഈ ആക്ടിവിറ്റി എല്ലാം സ്റ്റേജിലും കാണും. അത് ഞാനും പറയുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആദർശ് നന്നായിട്ട് ചെയ്തോ? അമ്മ പറഞ്ഞ പോലെയാണോ ചെയ്തത്? ആണോ? ഇത് ആരാ പഠിപ്പിച്ച ഡാൻസ്? സ്റ്റെഫി ആൻറ്റിയാ. എനിക്ക് നിങ്ങൾ ഡാൻസ് ചെയ്തപ്പോൾ അമ്മയും മോനെ ഡാൻസ് ചെയ്യാൻ തോന്നിയില്ല. താങ്ക് യു. ഈ യൂണിഫോം എവിടെ നിന്ന് ഒപ്പിച്ചു? മോൻ്റെ സ്കൂളത്തെ യൂണിഫോം ആയിട്ടിരിക്കുന്നു. എനിക്കല്ലേ, അവർ വേറെ കുട്ടിയുടെയാണ്, പക്ഷേ പ്രസന്റേഷൻ യൂണിഫോം ആണ്. കറക്റ്റ് ആയിരുന്നു അല്ലേ? അതെ. വെരി ഗുഡ്. ശോഭനേച്ചി. ദിവ്യ നല്ല എനർജിയോടെ ചെയ്തു. താങ്ക് യു മാഡം. ഐ തിങ്ക് നിങ്ങൾ സ്റ്റാമിന ഒക്കെ ബിൽഡപ്പ് ചെയ്തു എന്നല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, മോനും നന്നായിട്ട് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ ഇങ്ങനെയൊക്കെ അടിക്കണേ കല്ലൊക്കെ വെച്ചിട്ട്? പൂച്ചക്കുട്ടി നല്ല ഭംഗിയുള്ള ഞാൻ കണ്ടു. ഓക്കെ, അപ്പം അവനത് ഇഷ്ടമില്ലേ, കളിക്കാൻ വേണ്ടി വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ പൂച്ചനെ ഓടിക്കാൻ വേണ്ടി ചെയ്തു. ശരി, ഓക്കെ. സോ പൂച്ചക്കുട്ടി നന്നായിട്ട് നിങ്ങൾ ചെയ്തു. ഇതിൽ ഒരു നല്ല ഫൺ എലിമെൻ്റ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു, എന്തെങ്കിലും സ്റ്റോറിയോ അതും കുറച്ച് നിങ്ങൾ ചെയ്യാമായിരുന്നു. ആക്ച്വലി മഴയത്ത് കളിക്കുന്ന ഒരു
മഴയത്ത് ഓക്കെ. സോ നിങ്ങൾ ജസ്റ്റ് ഡാൻസ് പോലെ ഉണ്ടായിരുന്നു അല്ലേ? സോ ആ കോൺസെപ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എനിവേ താങ്ക് യു. താങ്ക് യു മാഡം, താങ്ക് യു. മുരളിയേട്ടാ നന്നായിരുന്നു രണ്ടുപേരുടെയും. ഐ മീൻ ഷോന മെമ്പർ പറഞ്ഞ പോലെ നല്ല എനർജി ലെവലൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. നല്ല ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് പോയിന്റ്സ് എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ആദർശിൻ്റെ വരവും ആദർശിൻ്റെ നിഖിലായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ സൂപ്പർബായിരുന്നു. താങ്ക് യു. ആ ലെവലിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ പെർഫോമൻസ് അളക്കാനിരിക്കുന്നത്. എപ്പോഴും കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് നമുക്ക് ഇങ്ങോട്ട് തരാൻ പറ്റുമായിരിക്കും, അവരുടെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ. അതിനുള്ളൊരു ഗ്യാപ്പ് ആദർശന് കൊടുത്തിട്ടില്ല എന്നാണ് ഇതിൽ എനിക്ക് ഒരു സിനിക്കലായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ 1-2 റിഹേഴ്സൽസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹീസ് ഫ്ലുവൻസി ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദർശ് ഇങ്ങനെ പിന്നെ ദിവ്യ ചെയ്യുന്നത് നോക്കി ഇതാണ് എന്നുള്ള ആ ഒരു സാധനം കൂടി പോയി കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു 1-2 റിഹേഴ്സൽ, ഒരു 3-4 റിഹേഴ്സലിൻ്റെ കുറവ്. വെരി ഗുഡ്. അപ്പോൾ മാർക്സ് അറിയാം. ചേച്ചി 6.5. താങ്ക് യു. ഒന്ന് കൈയടിച്ചേ. 6.5. മുരളിയേട്ടാ 5.5. താങ്ക് യു. 5.5. വെരി ഗുഡ്. 12 out of 20. ടെറിഫിക് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. വനിതാരത്നം 3 കണ്ടസ്റ്റൻസ്, അതിൽ വരുന്ന വിജയികൾക്ക് 10 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. വി സ്റ്റാർ വെനീസയാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് കുക്കിംഗ് കോൺടെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം മോസീന ഏഹിയാണ്. ഒരു വെറൈറ്റി പേരുകാരിയാണ്. വെറൈറ്റി ഡിഷ് തന്നെയാണോ ഉണ്ടാക്കുന്നത്? അല്ല, സാധാരണ എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് സാധാരണ ബ്രെഡിന്റെ സൈഡിലെല്ലാം കളഞ്ഞിട്ട് വെക്കുക. സൈഡ് കളഞ്ഞിട്ടില്ലല്ലോ ഈ പാത്രത്തിൽ കാണാനല്ലോ. അല്ല, അങ്ങനെയല്ല, അത് ഗാർണിഷിങ്. പിന്നെ എത്ര ബ്രെഡാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് പാലും മുട്ടയും എടുത്താൽ മതി. പിന്നെ 2 ബ്രെഡിന് 1/2 ഗ്ലാസ് പാല്, പിന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര, പിന്നെ ഏലക്ക പൊടിച്ചത് 3 ഏലക്ക പൊടിച്ചതായിരിക്കണം. അപ്പം ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചു. പിന്നെ മുട്ട 1 നമ്മുടെ ടൈം ആരംഭിച്ചു കഴിഞ്ഞു, തുടങ്ങിക്കോളൂ. ഇത് ഇത്തിരി ചൂടാക്കാൻ വെക്കണം. കാരണം ബ്രെഡ് പുഡിംഗ് എന്ന് വെച്ചാൽ ഇത് എല്ലാം ആയി കഴിഞ്ഞിട്ട് ആവിച്ചെമ്പിലാണ് വെക്കേണ്ടത്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഇത് ചൂടാവുള്ളൂ. അപ്പോൾ ബ്രെഡ് എടുക്കുക. ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ആ ബ്രൗൺ കളറ് കളയുക. ജസ്റ്റ് ഇങ്ങനെ കീറി മുറിച്ചിടുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പാലൊഴിച്ചാൽ മതി. പാലിൻ്റെ കൂടെ 1/4 ഗ്ലാസ് പഞ്ചസാര, പഞ്ചസാരൻ്റെ കൂടെ 3 ഏലക്ക പൊടിച്ചതായിരിക്കണം. പഞ്ചസാര ഏലക്കയും ചേർത്ത് പൊടിച്ചത്. അതിൻ്റെ കൂടെ തന്നെ മുട്ട 1:20. പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് വേണം ഇതിടാൻ. നമ്മുടെ സമയം പറയാം. 2:57. കശുവണ്ടി നുറുങ്ങിയത് ജസ്റ്റ് മോളിൽ കൂടി ഒന്ന് വിതറിയിട്ടാൽ മതി. അപ്പോൾ പുഡിങ് ആവിയിൽ പുഴുങ്ങി എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാണ് തണുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചു. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാരത്തിന് ബാക്കി നമ്മൾ എണ്ണയിൽ പൊരിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഹെൽത്തിയാണ് എപ്പോഴും ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഈ പുഡിങ്ങും ആവിയിലാണ് പുഴുങ്ങിയെടുത്തത്. പിന്നെ എല്ലാവർക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ബ്രെഡാണ് അതിനകത്ത് ചേർത്തതെന്നൊരു ഇത് മാത്രമേ. അപ്പോൾ ഇത്രയും വളരെ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ബാക്കി നെഗറ്റീവ്സ് ഒക്കെ ഇതിൽ പോയി. 7 മാർക്ക്. താങ്ക് യു. എന്തായാലും ഒരു 30 സെക്കൻഡ് ലേറ്റ് ആയെങ്കിലും രുചികരമായൊരു ഡിഷും കിട്ടി. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല പുഡിങ്ങാണ്, ബ്രെഡ് പുഡിങ്.